റോം കീഴടക്കുമെന്ന് പ്രഖ്യാപിച്ച് ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ ഒത്തുകൂടിയ തീവ്ര പലസ്തീനിയൻ ഇസ്ലാമിസ്റ്റുകളുടെ വീഡിയോ പുറത്ത്. അലക്സ മോസ്കിന് മുന്നിൽ നടന്ന റാലിക്കിടെ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. പലസ്തീനികളുടെ പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലോകം. തങ്ങളുടെ യഥാർത്ഥ ശത്രു ഇസ്രായേലല്ല, ക്രിസ്ത്യാനിറ്റിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ പലസ്തീനുകൾ. ഖിലാഫത്ത് വഴിയും അധികാരത്തിന്റെ ഏകീകരണം വഴിയും റോമിന്റെ നാശം ഞങ്ങൾ സാധ്യമാക്കും എന്നത് തീർച്ചയാണെന്ന് തക്ബീർ വിളികളോടെ വലിയൊരു ജനക്കൂട്ടം ഉച്ചത്തിൽ ഏറ്റുപറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന്റെ വാർഷിക ദിനത്തിൽ ഖിലാഫത്ത് സ്ഥാപിക്കാനും റോം കീഴടക്കാനും അലക്സ സ്വതന്ത്രമാക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളിൽ അവിശ്വാസികളുടെ ലോകത്തെ അധീനതയിലാക്കാനും അള്ളായുടെ പരമാധികാര വാഴ്ച കൊണ്ടുവരാനും അള്ളായെപ്രതി ജിഹാദ് നടത്തുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ദൗത്യമെന്നും നേതാക്കൾ പറഞ്ഞുവെക്കുന്നുണ്ട്. في ذكرى فتح القسطنطينية نستنصركم من المسجد الأقصى المبارك، نستنصركم لإقامة الخلافة وتحرير بيت المقدس وفتح روما. فهل أنتم مجيبون؟ فهل أنتم ملبون؟ يا خير أجناد الأرض، أنتم جنود الإسلام وأمة الإسلام. عملكم الأصيل هو الجهاد في سبيل الله لجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഇതിനു മുൻപ് ഹമാസ് തീവ്രവാദ സംഘടനയുടെ ബുദ്ധികേന്ദ്രമായ മഹ്മൂദ് അൽ സഹറും ഇതേ കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. ലോകം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കലെന്നായിരുന്നു ഹമാസിന്റെ ഉന്നത നേതാവിന്റെ വെളിപ്പെടുത്തൽ. സയനിസ്റ്റുകളും ക്രൈസ്തവരും ഉൾപ്പെടെയുള്ളവർ ഇല്ലാത്ത പുതിയ ലോകക്രമമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് മഹ്മൂദ് അൽ സഹർ പ്രഖ്യാപിച്ചത്. റോം എന്നതിലൂടെ വത്തിക്കാനെയും അതിലൂടെ ക്രൈസ്തവരെയും ഉന്നമിച്ചുള്ള തീവ്ര പലസ്തീൻ ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ അജണ്ടകൾ രഹസ്യമല്ല, മറിച്ച് പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോ അടിവരയിട്ട് തെളിയിക്കുന്നു. ക്രൈസ്തവ ലോകത്തെ കീഴടക്കുന്നത് ലക്ഷ്യമാക്കി ഒരു കൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയെ കീഴടക്കൽ തങ്ങളുടെ ലക്ഷ്യമാക്കി സമാന ചിന്താഗതിയുള്ള ഗസ്വ ഇ ഹിന്ദ് പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ മറ്റൊരു വിഭാഗം ഹദീസുകളെ വ്യാഖ്യാനിച്ച് തീവ്ര പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്ഥാപിത ലക്ഷ്യങ്ങളോടെ ലോകത്തും രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരേ മുഖവും ഒരേ ലക്ഷ്യവുമാണ് ഉള്ളതെന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ വെല്ലുവിളികൾ.